ഹലോ ഗൈസ്, അപ്പം നമ്മുടെ ട്രിപ്പിൻ്റെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്ന് ഇൻഡിപെൻഡൻസ് ഡേ ആയിരുന്നേ, അതിൻ്റെ ഫ്ലാഗ് ഹോസ്റ്റിംഗ് ആയി കാണുന്നത് ഞങ്ങൾ കോവളത്താണ് വന്നത്. ഞാനത് ഒരു വീഡിയോയിൽ ഒരിടത്തും പറഞ്ഞില്ല, ഞാൻ പിന്നാണ് ഓർത്തത്. സോ ഞങ്ങൾ ചെറിയൊരു ട്രിപ്പ് പോലെ വന്നതാണ്. ട്രിപ്പ് പോലല്ല, ട്രിപ്പ് വന്നതാണ്. കോവളത്തോട്ടാണ് വന്നത്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഇച്ചുവിന് ഒരു ഉറക്കമുണ്ട്. അപ്പോൾ അതിൻ്റെ ടൈമായിരുന്നു ഇത്. ഞാൻ അപ്പോഴത്തേക്ക് കുറച്ച് മേക്കപ്പൊക്കെ ഇട്ട് ഇങ്ങനെ റെഡിയാകാം എന്ന് വിചാരിച്ചു. യൂഷ്വലി ഞാൻ ട്രിപ്പ് പോകുമ്പോൾ ആകെ ലിപ്സ്റ്റിക്ക് മാത്രം ഇട്ടങ്ങ് നിർത്തുവേ. പക്ഷേ ഇത്തവണ കാര്യമായിട്ട് ഞാൻ ഒരുങ്ങുന്നുണ്ട്. പിന്നെ പലപ്പോഴും ട്രിപ്പിനൊക്കെ പോകുമ്പോൾ ഞാൻ ലിപ്സ്റ്റിക്കും സ്കിപ്പ് ചെയ്യാറുണ്ട്. അല്ലാത്തപ്പോൾ ഞാൻ എപ്പോഴും ലിപ്സ്റ്റിക്ക് ഇടാറുണ്ട്. പക്ഷേ ട്രിപ്പിന് പോകുമ്പോൾ എസ്പെഷ്യലി കൊടൈക്കനാൽ ഊട്ടിയിലൊക്കെ മൊത്തത്തിലെ തണുപ്പല്ലേ, അപ്പോൾ ഓൾറെഡി നമ്മൾ എന്തായാലും നല്ലൊരു പിങ്കായിട്ടായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ പിന്നെ ഞാൻ ഓർക്കുന്നത് പിന്നെ ലിപ്സ്റ്റിക്ക് ഇടണ്ടെന്ന് വിചാരിച്ച് പലപ്പോഴും സ്കിപ്പ് ചെയ്യാറാണുള്ളത്. പക്ഷേ ഇത്തവണ ഞാൻ എന്തായാലും ഓർത്തു ഐ ഷാഡോയും ഐബ്രോയും എല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പം അടുത്തോട്ടൊക്കെ പോകുമ്പോൾ ഞാൻ മുടിയൊന്നും അങ്ങനെ സ്ട്രെയിറ്റ് ചെയ്യാറില്ല, ലിപ്സ്റ്റിക്ക് മാത്രം. എത്ര കൂറക്കോലമാണെങ്കിലും ഞാൻ ലിപ്സ്റ്റിക്ക് ഇട്ടാണ് ഇറങ്ങുന്നത്. പക്ഷേ ഇനി മുതൽ നമ്മൾ ഇങ്ങനെ ഒരുങ്ങാനുള്ള അവസരങ്ങളൊക്കെ നമ്മൾ പാഴാക്കരുതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. നമ്മൾ നാളെ വിചാരിച്ച് നമുക്ക് നല്ല പ്രായമാകുമ്പോഴായിരിക്കും നമ്മൾ റിയലൈസ് ചെയ്യുന്നത്. ആക്ച്വലി ഈ ഗ്രൂമിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ജസ്റ്റ് ഒരുക്കം മാത്രമല്ല, അത് നമുക്കൊരു പോസിറ്റീവ് എനർജി തരുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളെ കാണുന്നവർക്കാണെങ്കിലും അവർക്കും ഒരു സന്തോഷം അല്ലേ. നമ്മൾ ഈ എയർ ഹോസ്റ്റസിനെയൊക്കെ കണ്ടിട്ടില്ലേ, അവരെ കാണുമ്പോൾ നമുക്കൊരു ഇതല്ലേ, അത് അവർ നല്ലതായിട്ട് ഗ്രൂം ചെയ്ത് നിൽക്കുന്നുണ്ട്. ബൈ ദ വൈ നമ്മൾ ടോപ്പിക്കിൽ നിന്ന് മാറിപ്പോകുന്നു. അപ്പോൾ കടൽ തൊട്ടടുത്തായതുകൊണ്ട് നല്ല സൗണ്ട് ഉണ്ടേ. ഇവിടെ തൊട്ടടുത്ത കടൽ, അതുകൊണ്ട് ഭയങ്കര സൗണ്ടായിരിക്കും. ഇപ്പോൾ ഉറങ്ങുക, അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് മേക്കപ്പ് ഒക്കെ ചെയ്യാമെന്ന്. നേരത്തെ ഞാൻ ട്രിപ്പൊന്നും പോകുമ്പോൾ മേക്കപ്പ് ചെയ്യത്തേ ഇല്ലായിരുന്നു. ലിപ്സ്റ്റിക്ക് പോലും യൂഷ്വലി ഞാൻ ലിപ്സ്റ്റിക്ക് ഇടും, പക്ഷേ ട്രിപ്പ് പോകുമ്പോൾ അങ്ങനെ ചിലപ്പോൾ ലിപ്സ്റ്റിക്ക് മറന്നു പോകും. സോ ഈ പ്രാവശ്യം ഞാൻ കാര്യമായിട്ട് ഒരുങ്ങിയിട്ടുണ്ട്. കൺസീലറൊന്നും ഇട്ടില്ല, പക്ഷേ ഐബ്രോ അതെല്ലാം ചെയ്തിട്ടുണ്ട്. കാരണം നമ്മൾ ഇപ്പോൾ ഒരുങ്ങിയില്ലെങ്കിൽ പിന്നെ ഇപ്പോൾ ഒരുങ്ങാനാണ്. സോ ഞാൻ കാര്യമായിട്ട് ഇനി മുതൽ ഇങ്ങനെയൊക്കെ മീൻസ് എന്താ പറയുക, ടൈം കിട്ടുമ്പോഴല്ല, ഇങ്ങനെ ട്രിപ്പ് പോകുമ്പോഴും ഒരുങ്ങാം എന്ന് വിചാരിച്ചു. പിന്നെ നേരത്തെ ഞാൻ അങ്ങനെ ഐ മേക്കപ്പ് ഒന്നും ചെയ്യത്തില്ലായിരുന്നു, ജസ്റ്റ് ലിപ്സ്റ്റിക്ക് മാത്രമേ ഇടത്തുള്ളായിരുന്നേ. പക്ഷേ എന്താ പറയുക, എനിക്ക് തോന്നുന്നു നമുക്ക് നേരത്തെ ചെയ്യാൻ ടൈം ഉണ്ടായിരുന്നപ്പോൾ നമ്മളത് ചെയ്തിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു നഷ്ടബോധം കൊണ്ടായിരിക്കും. ഞാൻ പറയുന്നതൊന്നും കേൾക്കത്തില്ല, നിങ്ങളുടെ ഭയങ്കര സൗണ്ടാണ്. അങ്ങനെ കാത്തിരുന്ന് മറ്റേ പുഴമെലിഞ്ഞ് കടൽ ഏതാണ്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ പോലെ 11 മണിക്ക് ഉറങ്ങിയതാണ് ഇച്ചു. 12 1 2 2:30 ആയപ്പോൾ ലാസ്റ്റ് അവളെ വിളിച്ചുണർത്തുമായിരുന്നു. കാരണം ഇവളെ വിളിച്ചുണർത്തിയിട്ട് ഇവൾക്ക് വല്ല ഫുഡൊക്കെ കൊടുത്തിട്ട് വേണ്ട ഞങ്ങൾക്കും കഴിക്കാൻ പോകാൻ. ഇവള് പതിവില്ലാത്ത പോലെ കിടന്നങ്ങ് ഉറങ്ങുന്നു. അങ്ങനെ ലാസ്റ്റ് 2:30 ആയപ്പോൾ ഞാൻ ചേട്ടനോട് പറഞ്ഞു മതിയേടെ ഉറക്കി അവളെ വിളിച്ചുണർത്താൻ. അങ്ങനെ ഞങ്ങൾ വിളിച്ചുണർത്തിയിട്ടാണ് പിന്നെ വെളിയിലോട്ട് പോയത്. ഹെയർ സ്റ്റൈല് കാണിച്ചേ, വാ എഴുന്നേറ്റ് വാ, എഴുന്നേറ്റ് വാ, വാ. ഞാനോ വാ, സാരമില്ല. ഇതുണ്ട് ഇച്ചുവിന്റെ മാച്ചിങ്. ഇച്ചുവിന്റെ ബാഗാന്ന് ഇച്ചു, അത് ഇച്ചുവിന്റെ ബാഗ്, ശരിക്കും ഇച്ചുവിന്റെ ബാഗ്. ട്രിപ്പല്ല, വല്ല മാറി തിന്നാൻ പോവാ. ഞങ്ങൾക്ക് കിട്ടിയില്ലെന്ന് നിന്നെ ശരി, നിന്റെ സിർലാക്ക് ഞാൻ അടുത്ത് കഴിക്കുവടി. വേറെ ഞാൻ എന്താ തിന്നാനാ? അതെ, മെല്ലാം അറിയാണോ? 2 മണി വരെ, 2:15 എഴുന്നേറ്റപ്പം 2:15 വരെ കിടന്ന് ഉറങ്ങുക, എന്നിട്ട് കഴിപ്പിക്കാൻ 3/4 മണിക്കൂർ. അതെ, ഇനി ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ
ഇച്ചുവിൻ്റെ ഹെയർ സ്റ്റൈൽ കണ്ടോ, ഞാനും ചേട്ടനും കൂടെ പിടിച്ചു നിർത്തി കെട്ടിയത്. ഇവള് ഭയങ്കര കരച്ചിലായിരുന്നു, ഞങ്ങളൊന്നും വക വെച്ചില്ല. ഇവള് 3-4 മണിക്കൂർ കിടന്നുറങ്ങിയപ്പോൾ ഞങ്ങൾ വെയിറ്റ് ചെയ്തില്ല. അപ്പം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ആ ഹെയർ സ്റ്റൈലൊന്നും കെട്ടാൻ വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ. അങ്ങനെ അവൾ കരഞ്ഞിട്ട് ഞങ്ങൾ പിടിച്ചു നിർത്തി കെട്ടുമായിരുന്നു. പിന്നെ ഞങ്ങൾ ഹോട്ടൽ തപ്പി എല്ലായിടത്തും ലഞ്ചിൻ്റെ ടൈം കഴിഞ്ഞല്ലോ. അങ്ങനെ ലാസ്റ്റ് ഞങ്ങൾക്കൊരു ഹോട്ടൽ കിട്ടിയ ഒരു നോർത്ത് ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ആയിരുന്നു. അപ്പം നോർത്ത് ഇന്ത്യ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടമാണ്. സോ ഞങ്ങൾ അവിടെ ചോദിച്ചപ്പോൾ അവിടെ ഫുഡ് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ തവ ബട്ടർ പറാത്തയും ചേട്ടൻ വേറെ എന്തോ റൊട്ടി, പ്ലെയിൻ റൊട്ടി എന്തോ. അത് കഴിച്ചപ്പോഴാണ് എനിക്ക് ഒന്ന് വെളിവ് വീണത്. അതുവരെ എനിക്ക് വിശന്ന് കുടൽ കരിഞ്ഞിരിക്കുമായിരുന്നു. രാവിലെ 2 ബ്രെഡാണ് ഞാൻ കഴിച്ചത്. പിന്നെ ചേട്ടൻ ആലു ജീര പറഞ്ഞു, ഞാൻ പനീർ ബട്ടർ മസാല, പിന്നെ മസാല പപ്പട് ചേട്ടൻ പറഞ്ഞു. ഞാൻ പിന്നെ അതിൽ നിന്ന് കുറച്ച് തോണ്ടി കഴിക്കുന്നുണ്ടായിരുന്നു. അത് രാജസ്ഥാനി അവരെന്തോ നടത്തുന്ന റെസ്റ്റോറൻ്റ് ആയിരുന്നു. അപ്പോൾ ചേട്ടൻ പറഞ്ഞു ഫുഡ് നല്ലതായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞങ്ങൾ എവിടുത്തുകാരാന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ചേട്ടൻ പറഞ്ഞു ചേട്ടൻ പഞ്ചാബിയാ, വൈഫ് മലയാളിയാ. അപ്പം അവർ പറഞ്ഞു മാഡത്തിനെ കണ്ടാൽ മലയാളിയാന്ന് പറയത്തില്ല, പഞ്ചാബി ടച്ച് തന്നെയാണെന്ന്. അയ്യോ എനിക്ക് വയ്യ, അത് എനിക്കിവിടെ പറയണമെന്ന് തോന്നി. എങ്ങനെയുണ്ട്? ഇൻഡക്ഷന് നോക്കിക്കേ, ഞാൻ നോക്കിക്കേ. നോ വേണ്ട. നീ പതുക്കെ ബൈക്ക് പിതിക്ക, മനസ്സൊന്ന് ആടുന്നു. അവിടെ ഇരുന്നോ കുഴപ്പമില്ല, അവിടെ ഇരുന്നോ. ഇനി ബീച്ചിലോട്ട് നോക്കിക്കോ. അപ്പത്തോട്ട് നോക്കടാ, അങ്ങോട്ട് നോക്ക. ചിരിച്ചേ, അങ്ങോട്ട് നോക്ക് കണ്ണാ. ബീച്ചിൽ ആരും ഇറങ്ങിയൊന്നും കണ്ടില്ല കേട്ടോ. ചിലപ്പം മേ ബി ഈ ടൈമിൽ അലൗഡ് അല്ലായിരുന്നെന്ന് തോന്നുന്നു, ഇങ്ങനെ പറയുന്ന കേട്ടായിരുന്നു. എനിവേ അവിടെ ആരെയും കണ്ടില്ല. ഞങ്ങൾക്ക് പിന്നെ ബീച്ചിലൊന്നും ഇറങ്ങണമെന്നൊരു താല്പര്യമില്ലായിരുന്നു. അതെങ്ങനെ ഇവളെയും കൊണ്ട് പോയത് നിമിത്തം ഇവളൊന്ന് എഴുതേറ്റിട്ട് വേണ്ടേ നമുക്ക് എങ്ങോട്ടേലും ഒന്ന് ഇറങ്ങാൻ. പുള്ളിക്കാരത്തെ ഉറക്കമൊക്കെ കഴിഞ്ഞ് പിന്നെ അവൾക്ക് സെർലാക്കാന്ന് ഉച്ചയ്ക്ക് കൊടുത്തേ. സെർലാക്ക് കൊടുത്ത് അതിനൊരു കുറച്ച് നേരം എടുക്കും. പിന്നെ റെഡിയാക്കി എല്ലാം വന്നപ്പോഴത്തേക്ക് 4 മണിയായി. പിന്നെ ഞങ്ങൾ കഴിച്ചു. അപ്പോഴത്തേക്ക് ഇതൊന്നു 5 മണിയോളമായി. പിന്നെ ഞങ്ങൾ കുറച്ച് കടയിൽ പോയിട്ട് ഞങ്ങൾക്ക് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു. എനിക്ക് മറ്റേ ടീ ബാഗൊക്കെ വേണമായിരുന്നു. എനിക്കാണെങ്കിലും ചായ നല്ല സ്ട്രോങ് ചായ വേണേ. അപ്പോൾ റൂമിലിടുമ്പം അവർ ഓൾറെഡി ടീ ബാഗ് തന്നിട്ടുണ്ട്, പക്ഷേ എനിക്ക് അത്രയും പോരായിരുന്നു. അങ്ങനെ ഞങ്ങൾ പോയി ടീ ബാഗ് വാങ്ങിച്ചു. ഇത് കണ്ടോ, മയിലിനൊരു പുള്ളി ഫുഡ് വായിൽ വെച്ച് കൊടുക്കുന്നത്. സാധാരണ പട്ടിക്കും പൂച്ചയ്ക്കും ഒക്കെ ഇങ്ങനെ വായി വെച്ച് കൊടുത്ത് ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ മയിലിന് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. തിരുപ്പൂർ ഒത്തിരി മയിലുണ്ട്, പക്ഷേ ഇങ്ങനൊന്നും ആരും കൊടുത്ത് ഞങ്ങൾ കണ്ടിട്ടില്ല. ഇവിടെ വന്നിട്ട് കൊച്ചി ടി വിക്കകത്തൊരു കാർട്ടൂണുണ്ട്, എന്തുവാ ഹെയ്ഡി അങ്ങനെ എന്താണ്ട് ഒരു പേരാണ്, എനിക്കറിയത്തില്ല ആക്ച്വലി. അതാണ് ഇച്ചുവിനെ കാണിച്ചത്. അത് ഇവർ രണ്ടുപേരോട് ഇരുന്ന് കാണാം. ലാസ്റ്റ് സത്യം പറഞ്ഞാൽ തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ എനിക്ക് ആ കാർട്ടൂൺ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ലാപ്ടോപ്പും കൊണ്ടാണ് പോയത്, പക്ഷേ വൈഫൈ കണക്ട് ചെയ്യാൻ പറ്റിയില്ലായിരുന്നു. അപ്പോൾ പിന്നെ ആകെയുള്ളൊരു ഓപ്ഷൻ അതായിരുന്നു. ഫോണ് പൊതുവെ ഇച്ചുവിന് കൊടുക്കാറില്ല. സോ അതുകൊണ്ട് പിന്നെ ഞങ്ങൾ ഓക്കെ ടി വി അന്ത പ്രശ്നമില്ല, അത്ര ഒരു അഡിക്ഷൻ വരത്തില്ല. ഇത് ഇച്ചുവിന് വാങ്ങിച്ചൊരു ടോയാണ്, മീൻസ് എന്തോ കിച്ചൺ സെറ്റാണ്. പിന്നെ ഞാൻ വന്നിട്ട് ഇച്ചുവിന് ഫുഡ് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ ചായ കുടിക്കുമായിരുന്നു.
ഇത് കണ്ടോ, ഏകദേശം 4-5 ടീ ബാഗാണ് ഞാനൊരു ചായക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്തേക്കുന്നത്. എനിക്കാണെങ്കിൽ എന്നാലും ഒരു ഫീൽ വരത്തുള്ളൂ. അതുകൊണ്ടാണ് ഞങ്ങൾ ഇമ്മീഡിയറ്റായിട്ട് പോയി വാങ്ങിച്ചുകൊണ്ട് വന്നത്. ഹോട്ടലിൽ ചോദിച്ച് അവർ തന്നായിരുന്നു, പക്ഷേ അതെനിക്ക് തികയുന്നില്ലായിരുന്നു. ചേച്ചി അത് ചുമ്മാ പറഞ്ഞത്. ഞാനും ഇച്ചു ആ ഡ്രസ്സ് മതിയായിരുന്നു. ഓ, അങ്ങോട്ടുണ്ടല്ലേ. ഇപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളൊന്ന് പുറത്തോട്ട് ഇറങ്ങുന്നത്. അപ്പം ഒന്ന് റൗണ്ട് അടിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞ് വന്നിട്ട് ഇവർക്ക് ഫുഡ് കൊടുത്തിട്ട് പിന്നെ ഞങ്ങൾ ഡിന്നർ കഴിക്കാൻ പോകാമെന്ന് വിചാരിച്ചു. അപ്പം ഈ പോക്കിന് ഞങ്ങൾ ഡിന്നർ ഏത് കടയിൽ നിന്ന് കഴിക്കണം എന്നുള്ളത്, ഏത് ഹോട്ടലിൽ നിന്ന് കഴിക്കണമെന്നുള്ളത് നോക്കി വെക്കണം. സോ അങ്ങനെ ഇറങ്ങിയതാണേ. ഇച്ചു ഇന്ന് 2 മണി 2:30 ആയപ്പോൾ ഉച്ചയ്ക്ക് ഉണർന്നതാണ്. അത് കഴിഞ്ഞിട്ട് അവളെ ഞങ്ങൾ ഉറക്കിയിട്ടില്ലായിരുന്നു. അവൾ ഉറങ്ങണമെന്ന് പറഞ്ഞുമില്ല. പുള്ളിക്കാരത്തി കളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഞങ്ങളും ഫോഴ്സ് ചെയ്യാൻ പോയില്ല. അപ്പോൾ ഒരു 8-8:30 ആയപ്പോൾ അവൾക്ക് നന്നായിട്ട് ഉറക്കം വരുന്നു. അപ്പം ഞങ്ങൾ റൂമിൽ പോയി ഫുഡ് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഒരു 10 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഇച്ചുവിനെ ഞങ്ങൾ ഉറക്കി. അടിവാ, കം 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 കം. ഉറക്കം വരുന്നു ഇഷിതയ്ക്കൊക്കെ വരുന്നു. പോവാം ബേബി. അങ്ങനെ അടുത്ത ദിവസം ആയിരിക്കുകയാണ്. ഞങ്ങൾ ഇന്നാണ് തിരിച്ചു പോകുന്നത്. പൂളിൽ ഇറങ്ങിയത് ഞങ്ങൾ 10-10:30 ആയപ്പോഴാണ്. ഞങ്ങൾക്ക് 12 മണിക്ക് ചെക്കൗട്ട് ചെയ്യേണ്ടതാണ്. അതുവരെ എന്ത് ചെയ്യുമായിരുന്നെന്ന് ചോദിച്ചാൽ ഞങ്ങൾക്കും അറിയത്തില്ല. ഈ ഡ്രസ്സ് ഞങ്ങൾ ഇന്നലെ രാത്രി പുറത്ത് പോയപ്പോൾ വാങ്ങിച്ചതാണ്. അതായത് നമ്മുടെ അടുത്ത് തന്നെ കടയുണ്ട്, അവിടെ നിന്ന് വാങ്ങിച്ചതായിരുന്നു. നൈലോണേ പറ്റത്തുള്ളൂ അത്ര. അതുവരെ ഞങ്ങൾ ഇറങ്ങാതിരിക്കുമായിരുന്നു. എന്തായാലും ഇവിടെ വരെ വന്നല്ലേ, ഇറങ്ങിയിട്ടേ പോകത്തുള്ളൂ എന്ന് വിചാരിച്ചു. അങ്ങനെ രാത്രി പോയി വാങ്ങിച്ചതാണ് എനിക്കും ഇച്ചുവിനുമുള്ള ഡ്രസ്സ്. പിന്നെ ചേട്ടൻ്റെ കയ്യിൽ ഓൾറെഡി എന്തോ ഒരു നൈലോണിൻ്റെ മെറ്റീരിയൽ ഉണ്ടായിരുന്നു. ഞാനിട്ട ആ പാൻറ്റ് എൻ്റെ കയ്യിൽ ഇരുന്നതാണ്. അത് വലിയ കുഴപ്പമില്ലാത്ത മെറ്റീരിയലായിരുന്നു. മറ്റേ ഇച്ചുവിൻ്റെ ആ ബിക്കിനിയും എൻ്റെ ആ ടോപ്പും അവിടെ നിന്ന് വാങ്ങിച്ചതാണ്. ഇവളെ വെള്ളം കാണിച്ചത് അബദ്ധമായി പോയെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇരിക്കുക. കയ്യിൽ നിൽക്കുന്നില്ല, ഇവളിങ്ങനെ ചാടാൻ നിൽക്കുക. ആ പൂളിനാണെങ്കിൽ യൂഷ്വലി ഉള്ളതിനേക്കാളും കുറച്ചുകൂടെ ഒരു ഡെപ്ത് ഉണ്ടായിരുന്നു കേട്ടോ. 5 ഫീറ്റ് എന്തോ 5.5 ഫീറ്റ് എന്തോ ഉള്ളൂ. പക്ഷെ എന്നാലും എൻ്റെയൊക്കെ ഹൈറ്റിന് പോലും എനിക്ക് താഴെ കാലെത്താൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു മിഡിലോട്ട് പോയപ്പോൾ. അപ്പം യൂഷ്വലി ഉള്ള പൂളിൻ്റെ അത്രയും വെള്ളം കുറവല്ലായിരുന്നു. അപ്പൊ ഇത് ഫോണിൽ എടുക്കുക. ഇവിടോട്ട് കുറച്ചുകൂടെ ഡെപ്ത് ഉണ്ട്. സത്യം പറയാമല്ലോ, കുറച്ചുകൂടെ അങ്ങോട്ട് പോയപ്പോൾ എനിക്ക് കാല് പ്രോപ്പറായിട്ട് താഴെ എത്തുന്നില്ലായിരുന്നു. ആദ്യമായിട്ട് ഒരു പൂളിൽ ഇറങ്ങിയിട്ട് എനിക്ക് കാലെത്താതെ വരുന്നത്. ഇത്രയും നീളത്തിന് കാലെത്തുന്നില്ലെന്ന് പറഞ്ഞാൽ, ഇന്നലെ ഞങ്ങൾ ബാൽക്കണിയിൽ നോക്കിയപ്പോൾ കൊച്ചു പിള്ളേരൊക്കെ ഇതിനകത്ത് കിടന്ന് കളിക്കുന്നത് കണ്ടു. അവർ മറ്റേ റിങ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നെന്ന് തോന്നുന്നു, മറ്റേ ട്യൂബില്ലേ അതുണ്ടായിരുന്നെന്ന് തോന്നുന്നു. പക്ഷേ എന്ന് പറഞ്ഞാലും ഇത് അത്ര സേഫ് അല്ല. ഇത്രയും ആഴം ഉള്ളിടത്തൊക്കെ കൊച്ചു പിള്ളേരൊക്കെ ഇറങ്ങുന്നത് കണ്ടു. ഇങ്ങോട്ട് വന്നപ്പോൾ എൻ്റെ ക്യാമറ ഓൾമോസ്റ്റ് മുങ്ങി.
ഇപ്പൊ 2-3 ദിവസമായിട്ട് ബാബാ മാത്രമേ പറയുന്നുള്ളൂ. ഉറക്കം വരുന്നുണ്ട്. മമ്മ പേടിപ്പിച്ചേ, മമ്മ പേടിപ്പിച്ചേ. അയ്യോ മമ്മ പേടിച്ചു പോയി. അയ്യോ മമ്മ പേടിച്ചു പോയി. അമ്മ ഉമ്മ തന്നെ, അമ്മ ഉമ്മ തന്നെ, അമ്മ ഉമ്മ തന്നെ. അതിന് നീ അമ്മയല്ലല്ലോടാ. അമ്മ ഉമ്മ തന്നെ, അമ്മ ഉമ്മ തന്നെ. ഇച്ചിട്ട് പാവാട കാണിച്ചേ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ റൂമിൽ വന്നിട്ട് കുളിച്ച് റെഡിയായി. ചെക്കൗട്ടിൻ്റെ ടൈം ആയല്ലോ, റൂം ഇറങ്ങി കൊടുക്കണമല്ലോ. അപ്പോൾ ഉണ്ട് ചേച്ചിക്ക് ഉറങ്ങണം. ചേച്ചി എനിക്ക് ഭയങ്കര കരച്ചിൽ. പിന്നെ ലാസ്റ്റ് ഞങ്ങൾ ലഗേജ് എല്ലാം കൊണ്ടുവച്ചിട്ട് ചേട്ടാ കൊച്ചുറങ്ങുക. ഭാഗ്യത്തിനാണെങ്കിൽ മഴയായിരുന്നേ. അന്നേരം പിന്നെ ഞങ്ങൾ റിസപ്ഷനിൽ ഒരു കണക്കിന് മഴയാണെന്നൊക്കെയുള്ള രീതിയിൽ ആദ്യമേ ഞങ്ങൾ ഈ ലഗേജ് കൊണ്ടുവച്ചു. അപ്പോൾ അവർ നോക്കുമ്പോൾ റൂമിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. പക്ഷേ അത് ഞങ്ങളുടെ ഒരു സ്ട്രാറ്റജി ആയിരുന്നു. ആ കസേര അവിടുന്നേ എന്ത് എന്നിട്ടത് പോയോ? അവിടുന്ന് ഇങ്ങനെ ഇല്ല ബേബി, ഒരു കസേര അവിടുന്ന് ഇതിങ്ങനെ ഇങ്ങനെ 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 അങ്ങോട്ട് പോകുന്നു. പക്ഷെ ആ ചെയർ എന്ത് ചെയ്യേ അങ്ങ് പോയോ? വഴി തെറ്റും. ഇല്ല അമ്മേ, അമ്മ വഴി പറഞ്ഞു തന്നാ മതി, ഞങ്ങൾ പോവാ. ഞങ്ങൾ വഴി തെറ്റാതെ പോകാമേ. കണ്ടോ ആറ്റിറ്റ്യൂഡ് ഇഷിതയുടെ ആ ഒരു ഇരിപ്പ് കണ്ടോ? ഇവളെന്തോന്നാ താടിക്ക് കൈയും കൊടുത്ത് ഈ ആലോചിക്കുന്നതെന്നാ. പുള്ളിക്കാരത്തെ വെളിയിലത്തെ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ വരുമായിരുന്നു. സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. ഞങ്ങൾ അങ്ങോട്ട് പോയതിൻ്റെ അത്രയും ടൈം ഇങ്ങോട്ട് വരാനെടുത്തില്ല. സോ നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടാറ്റാ.